എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വാഴയുടെ അഗ്രി ബിസിനസ് സാധ്യതകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പ്രസൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. സമയം വളരെ പരിമിതമാണെന്ന് നേരത്തെ സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ പറയുന്നു, ഇത് വാഴ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്നോ അല്ലെങ്കിൽ വാഴയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നോ ഒന്നുമല്ല. വാഴയെ നമ്മൾ വെറും വാഴയായി കാണരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രസൻറ്റേഷനാണ്. ഞാൻ പ്രസൻറ്റേഷനിലേക്ക് നേരിട്ട് കടക്കുന്നു. എന്താണ് സ്ക്രീനിൽ കാണുന്നത്? സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ചോദ്യചിഹ്നമാണ് കാണുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നവും. ആ സ്ക്രീനിൽ നിറയെ വൈറ്റ് സ്പേസ് ഉണ്ട്, 2 ബോക്സ് ഉണ്ട്, ഇത്രയും വലിയൊരു സ്ക്രീനിനകത്ത്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പോയത് അവിടെ കിടക്കുന്ന ഒരു ചോദ്യചിഹ്നത്തിലേക്കാണ്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. അത് മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആദ്യം അതായിരിക്കും കാണുന്നത്. നമ്മളപ്പോൾ അവിടെയുള്ള അത്രയും സ്പേസ് നമ്മൾ കണ്ടില്ല. എല്ലാവരും ആദ്യമേ തന്നെ ചോദ്യചിഹ്നം ശ്രദ്ധിച്ചു. അത് നമ്മുടെ ഒരു ബേസിക് പ്രശ്നമാണ്. അത് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് വാഴ അഗ്രി ബിസിനസ് എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തൊരു മലയാളം സിനിമയാണ്. ഈ സിനിമയുടെ പേരെന്താണ്? വാഴ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്നത് +2 വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് തൊഴിൽ രഹിതരായി നടക്കുന്ന, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ തെക്ക് വടക്ക് നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ്. ചെറുപ്പക്കാരുടെ പറ്റിയുള്ളൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ഇട്ടേക്കുന്ന പേരെന്താണ്? വാഴ എന്നാണ്. നമ്മൾ മലയാള ഭാഷയിൽ നമ്മൾ തെറ്റായി ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. നമ്മൾ ചിലരെ പറ്റി പറയും, അവന് പാമ്പിൻ്റെ ചെവിയാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചിലരെ പറ്റി പറയും, നമ്മളിവിടെ പതുക്കെ പറയണം, അവൻ കേൾക്കും, അവന് പാമ്പിൻ്റെ ചെവിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? അയാൾ ഭയങ്കര കേൾവി ശക്തിയുള്ള ആളാണ്, നമ്മൾ പറഞ്ഞാൽ അയാൾ കേൾക്കും എന്നുള്ളതാണ്. ശരിക്കും പാമ്പിന് ചെവിയുണ്ടോ? പാമ്പിന് ചെവിയില്ല. അപ്പോൾ നമ്മളതൊരു തെറ്റായ പ്രയോഗമാണ്. അതുപോലെയാണ് നമ്മളെ നോക്കി ഒരാൾ പറയാണ്, ഇപ്പോൾ ഇദ്ദേഹത്തിനെ നോക്കി ഒരാൾ പറയാണ്, നീ തങ്കപ്പനാണടാ തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? അല്ലെങ്കിൽ നീ സ്വർണ്ണപ്പനാണടാ, നീ തനി തങ്കമാണടാ എന്ന് നമ്മളെ നോക്കി ഒരാൾ പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? നമുക്ക് സന്തോഷം തോന്നും. കാരണം നമ്മളെ ഉപമിച്ചിരിക്കുന്നത് സ്വർണത്തിനോടാണ്, അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള ഒരു സാധനത്തിനോടാണ് നമ്മളെ ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ സ്വർണ്ണപ്പനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് സന്തോഷം തോന്നും. നമ്മുടെ മുഖത്ത് നോക്കിയ ഒരാൾ പറയാണ്, നീ ഒരു വാഴയാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? നമുക്ക് തോന്നുന്നത്, അയ്യോ നമ്മൾ എന്തോ ഒരു മോശപ്പെട്ട ആളാണ്, നമ്മൾ ഒന്നിനും കൊള്ളാത്ത ആളായതുകൊണ്ടാണ് നമ്മളെ വാഴ എന്ന് പറഞ്ഞതെന്ന് തോന്നും. ശരിക്കും അതൊരു തെറ്റായ ഭാഷാ പ്രയോഗമാണ്. അങ്ങനെ വാഴ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമല്ല. നമ്മളിവിടെ കാണുന്നത് കുറേ പൂജ്യങ്ങളുടെ ഒരു കണക്കാണ് അല്ലേ? നമ്മൾ പൊതുവെ വിചാരിക്കും ഈ വാഴയുടെ കാര്യം പറഞ്ഞതുപോലെ പൂജ്യം ഒരു വിലയില്ലാത്തൊരു സാധനമാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ തൊട്ട് മുന്നിൽ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ, ഒരു അക്കം ഉണ്ടെങ്കിൽ, പിന്നെ അങ്ങോട്ട് വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്തോറും അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. ഈ കാണിക്കുന്ന പൂജ്യങ്ങൾ ആദ്യം കാണിച്ചിരിക്കുന്നത് 138 മില്യൺ എന്നുള്ള അർത്ഥത്തിലാണ്. അതെന്ന് പറയുന്നത് ഈ ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാഴയുടെ ക്വാണ്ടിറ്റിയാണ്. ഇത്രയും അളവിൽ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലായിട്ട് വാഴ ഉൽപ്പാദനം നടക്കുന്നു, വാഴക്കുലയുടെ ഉൽപ്പാദനം നടക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് 13.5 ബില്യൺ $. നമുക്കറിയാം ഈ ലോകവ്യാപകമായി വ്യാപാരങ്ങളൊക്കെ നടക്കുന്നത് ഡോളറിലാണ്. അപ്പോൾ ഡോളറിലാണ് അതിൻ്റെ മൂല്യം പറയുന്നത്. 13.5 ബില്യൺ $ൻ്റെതാണ് ഒരു വർഷം നമ്മൾ ഈ പറഞ്ഞ ആർക്കും വേണ്ടാത്ത വാഴയുടെ കച്ചവടം ലോകരാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് 368 മില്യൺ $. എന്ന് പറയുന്നത് ഇക്വഡോർ എന്ന രാജ്യം, സൗത്ത് അമേരിക്കയിലുള്ള ഇക്വഡോർ എന്നുള്ള രാജ്യം ഒരു വർഷം കയറ്റുമതിയിലൂടെ, എന്തിൻ്റെ കയറ്റുമതി? വെറും വാഴക്കുലയുടെ കയറ്റുമതിയിൽ കൂടെ മാത്രം ആ രാജ്യം നേടുന്ന റവന്യൂ ആണ് ആ കാണിച്ചിരിക്കുന്നത്. നാലാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇമ്പോർട്ട്, അതായത് ഏറ്റവും കൂടുതൽ വാഴക്കുല ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ ഒരു വർഷം വാഴക്കുല ഇറക്കുമതിക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്ന എമൗണ്ടാണ്. ഇനി ഏറ്റവും താഴെ ഒരു ചെറിയ ഫിഗർ ഉണ്ടോ? ഒരു കൊച്ചു ഫിഗർ എത്രയാണ്? 3,62,000. ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ഇന്ത്യ ഒരു വർഷം കയറ്റുമതി ചെയ്യുന്ന വാഴക്കുലയുടെ അളവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഇത്രയും രാജ്യങ്ങൾ
വ്യാപകമായി വാഴക്കുലയുടെ അല്ലെങ്കിൽ ഈ മീൻസ് വാഴയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളല്ല, വാഴക്കുല ഫ്രഷായിട്ട് വാഴക്കായ അല്ലെങ്കിൽ പഴുത്ത വാഴപ്പഴം അതിൻ്റെ കയറ്റുമതി മാത്രം ചെയ്യുന്നതിൽ കൂടെ വരുന്ന ഒരു റവന്യൂ ആണ്, ഓരോ രാജ്യത്തിനും വരുന്ന വരുമാനമാണ് ഈ വിവിധ ഇതിൽ കാണിക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ മുഖം നോക്കും, നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ രാജ്യങ്ങളുടെ ഒരു ഇത് കണ്ടാൽ നമ്മൾ ആദ്യം എന്ത് നോക്കണം? നമ്മുടെ രാജ്യം എവിടെ കിടക്കുന്നു എന്ന് നോക്കണം. അപ്പം അങ്ങനെ നമ്മൾ നോക്കി നോക്കി വരുമ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. അതിങ്ങനെ ഏറ്റവും താഴെ കിടപ്പുണ്ട്, വെറും 1.26%. എന്ന് വെച്ചാൽ മൊത്തം ലോകത്ത് നടക്കുന്ന വാഴപ്പഴത്തിൻ്റെ വ്യാപാരത്തിൻ്റെ 1% ചില്ലറയും മാത്രമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം സംഭാവന ചെയ്യുന്നത് എന്നുള്ളത് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇത് ഇറക്കുമതി കണക്ക്, ഇത് നമുക്ക് വേണ്ടതാണ്. കാരണം എന്താണ്? ഇത് നമ്മുടെ സാധ്യതയാണ് കാണിക്കുന്നത്. ഇത്രയും രാജ്യങ്ങൾ, ഈ കൂട്ടത്തിൽ ഇന്ത്യ ഇല്ല. കാരണം ഇന്ത്യ വാഴപ്പഴം ഇറക്കുമതി ചെയ്യുന്നില്ല. ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം പക്ഷേ നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം ഇവരെല്ലാം കണ്ടമാനം വാഴപ്പഴം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഇവർക്കൊക്കെ വാഴപ്പഴം ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇറക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ പെട്ട രാജ്യങ്ങളാണ്. പിന്നെ ചൈന, ജപ്പാൻ, അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും വാഴപ്പഴം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം കണക്കുകളുടെ ഒരു കളിയാണ്. ഈ കണക്കുകൾ പറയുന്നത് ഈ വാഴ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ പറയുന്ന ഇതിൽ ഇന്ത്യ ഉണ്ട്. ഇന്ത്യ 26% എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മൊത്തം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാഴപ്പഴത്തിൽ 26% ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയാമോ? ഇന്ത്യയിലാണ്. പക്ഷെ ഈ 26% ഉണ്ടാകുന്ന ഇന്ത്യ ഇത് വെച്ച് കച്ചവടം ചെയ്യുന്ന എത്രയാണ്? 1%. അപ്പോൾ ബാക്കിയൊക്കെ എവിടെ പോയി? ബാക്കി വാഴപ്പഴം എവിടെ പോയി? നമ്മൾ അന്വേഷിക്കണ്ടേ? നമ്മുടെ രാജ്യത്താണ് 26%, ലോകത്തിൻ്റെ 26% പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നു. അതിൽ കേരളം ഒരു പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ട് 1% നമ്മളെടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി എവിടെ പോയി? കണ്ടുപിടിക്കാം. ഇതും നമ്മളൊന്ന് ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്. അതായത് ഇന്ത്യയിൽ നിന്നും നമ്മൾ 1% കയറ്റുമതി ചെയ്യുന്നില്ലേ? ആ കയറ്റുമതി ചെയ്യുന്നത് ഈ പറയുന്ന രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും പോകുന്നത്. നമുക്ക് അറിയാം, ഗൾഫ് രാജ്യങ്ങൾ, UAE, നേപ്പാൾ, ഇറാൻ, ഒമാൻ, അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ 1% കയറ്റുമതി പോകുന്നത്. ഇനി നമുക്കൊരാളെ പരിചയപ്പെടാം. ഇതാരാണെന്നറിയാമോ? ഇദ്ദേഹത്തിന് നമുക്ക് തൽക്കാലം തങ്കപ്പൻ ചേട്ടൻ എന്ന് വിളിക്കാം. കാരണം എല്ലാ പഞ്ചായത്തിലും തങ്കപ്പൻ എന്ന് പേരുള്ള ഒരു കർഷകൻ കാണും, ഏത് പഞ്ചായത്തിൽ പോയാലും കാണും. അപ്പോൾ ഇദ്ദേഹത്തിന് മുഖമില്ല. കാരണം ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു മുഖം വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും മുഖം ഇദ്ദേഹത്തിന് സ്യൂട്ടാവും. അതുകൊണ്ട് തൽക്കാലം മുഖം ഇല്ലാതെ വെക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ നമ്മളൊരു വാഴത്തോട്ടത്തിൽ കൊണ്ട് ചെന്ന് നിർത്തിയിട്ട് അവിടെ എന്ത് കാണുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മളൊരു വാഴത്തോട്ടത്തിൽ കൊണ്ട് ചെന്ന് നിർത്തിയിട്ട് നമ്മളും കാണുന്നത് ഇത് തന്നെയാണോ എന്നൊന്ന് നോക്കണേ. ഇത് തന്നെയാണോ എല്ലാവരും വാഴത്തോട്ടത്തിൽ ചെന്നാൽ കാണുന്നത്? ആണോ? ഇത് തന്നെയാണോ? ആണല്ലോ അല്ലേ? നമ്മളൊരു വാഴത്തോട്ടത്തിൽ ചെന്ന് നോക്കിയാൽ നല്ല കൊല നിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ പറയണം, അല്ല കുറച്ചും കൂടെ ഇനി എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ഇത് മാത്രമല്ല, ഇത് പഴുത്താൽ വാഴപ്പഴമായിട്ടും വിൽക്കാൻ സാധിക്കും, അതും കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയും. കുറച്ചും കൂടെ ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും, ചിപ്സാക്കി വിൽക്കാൻ പറ്റും. ഇല്ല, തീർന്നില്ല, ഇനി ഒന്നുകൂടെ ശ്രമിക്കൂ തങ്കപ്പൻ ചേട്ടാ, ഇനി എന്തെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇതും കൂടെ കിട്ടും, ശർക്കര വരട്ടിയും കൂടെ കിട്ടും. നമ്മുടെ ഇവിടെയൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത്, ഇതും കൂടെ കിട്ടും. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, നമ്മളും തങ്കപ്പൻ ചേട്ടൻ കണ്ടതുപോലെ ഇത്രയും സാധനങ്ങൾ തന്നെയാണ് വാഴയിൽ നിന്നും കിട്ടുമെന്ന് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സാധനങ്ങൾ. ഇതിൽ എതിരഭിപ്രായം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി
നമ്മൾ നേരത്തെ പറഞ്ഞു വാഴ വെറും വാഴയല്ല, വാഴ എന്ന് പറഞ്ഞത് കൽപ്പതരുവാണ്. അതായത് വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ഒരു സസ്യമാണ് വാഴ എന്ന് പറയുന്നത്. അതിൻ്റെ ഇല മുതൽ അതിന് മണ്ണിനടിയിൽ കാണുന്ന മാണം വരെ അതിന് ഉപയോഗങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മണ്ണിൻ്റെ സൽപുത്രൻ അല്ലെങ്കിൽ ഭൂമിയുടെ സൽപുത്രൻ, ഭൂമിയുടെ നിധി, ഭൂമിയുടെ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വിളയാണ് വാഴ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറുകൾ എന്താണ്? ഈ പടം ഇതൊരു കറൻസി നോട്ടാണ്, ഒരു കറൻസി നോട്ടിന്റെ പടമാണ്. ഇത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് അറിയാമോ? നമ്മുടെ അയൽ രാജ്യമാണ്. ഇത് ജപ്പാന്റെ കറൻസിയാണ്. ഈ കറൻസി നോട്ട് ഞാൻ ഇവിടെ വാഴയുടെ ഇടയിൽ കൊണ്ട് കാണിക്കാൻ കാര്യം എന്താണ്? ഇതിന് വാഴയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ജപ്പാന്റെ കറൻസി നോട്ടായ യെൻ പ്രിന്റ് ചെയ്യുന്നത് വാഴനാരിൽ നിന്നുണ്ടാക്കുന്ന പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. ഒരു രാജ്യം അതിൻ്റെ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒട്ടും വിലയില്ല എന്ന് പറയുന്ന വാഴയിൽ നിന്ന് എടുക്കുന്ന വാഴനാര് കൊണ്ട് ഉണ്ടാക്കുന്ന പേപ്പറിലാണ് ഒരു രാജ്യത്തിൻ്റെ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. അതുവരെ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ് വാഴയിൽ നിന്ന് കിട്ടുന്നത്. ഇതെന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു നമ്മൾ മൊത്തം കണക്കിൽ കൂടെയാണ് പോകുന്നത്. 30% എന്ന് കാണിച്ചിരിക്കുന്നു, കുറേ ചീഞ്ഞ പഴവും ഇട്ടേക്കുന്നു. എന്താണിത്? നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന വാഴക്കൊലയുടെ 30% ഇങ്ങനെ വേസ്റ്റായി പൊക്കോണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ 100 കിലോ ഉണ്ടാക്കുമ്പോൾ 30 കിലോ വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യയിൽ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ 27%. നമ്മളൊരല്പം കൂടെ മുമ്പിലാണ് നിൽക്കുന്നത്. കേരളം മാത്രം എടുക്കുകയാണെങ്കിൽ 30% വേസ്റ്റേജ് വരുന്നത്, വാഴയുടെ വേസ്റ്റേജ്. എന്തുകൊണ്ട് വേസ്റ്റ് ആകുന്നു? കാരണം നമ്മൾ തങ്കപ്പൻ ചേട്ടനെ പോലെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഴക്കൊല വെട്ടിയാൽ നമ്മൾ അടുത്തുള്ള മുറുക്കാൻകടയിൽ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് VFPCയുടെ വിപണിയിൽ കൊണ്ടു കൊടുക്കും, കിട്ടുന്ന പൈസ വാങ്ങും, പോക്കറ്റിടും, പോവും. കാരണം നമുക്ക് അതിനപ്പുറം ഒരു സംഭവം വാഴയിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പം നമ്മൾ എന്താണ് അതിൻ്റെ വിപണന സാധ്യത നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും വേസ്റ്റായി പോകുന്നത്. ഇനി ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന വാഴപ്പഴം എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാവരും കേട്ടിട്ടില്ല, നമ്മൾ സ്കൂളിൽ മുതലേ പഠിക്കുന്നതാണ്. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ദിവസം ഒരു ആപ്പിൾ വെച്ച് തിന്നാലും പിന്നെ ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഗുണമേന്മയുള്ള സാധനമാണ് ആപ്പിൾ എന്നാണ് നമ്മളെ പണ്ട് മുതലേ പഠിപ്പിച്ച് വരുന്നത്. ആ ആപ്പിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആപ്പിളിനെക്കാളും ഗുണമേന്മയുള്ള ഒരു പഴമാണ് വാഴപ്പഴം. പക്ഷേ നമ്മളോട് ആരെങ്കിലും പറയുന്നോ എ ബനാന എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്കതിനൊരു വിലയായിട്ട് തോന്നുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കടയിൽ നിന്ന് കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്ന സാധനം ആപ്പിളാണ് നല്ലത്, ഇത് വെറുതെ ഇവിടെ എല്ലായിടത്തും കിട്ടുന്നതായതുകൊണ്ട് ഇതിന് വലിയ ഗുണമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ന്യൂട്രീഷൻ കണ്ടന്റ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് വാഴ. ഒരു ദിവസം മനുഷ്യന് വേണ്ടുന്ന പൊട്ടാസ്യത്തിൻ്റെ അളവ് മൊത്തം നമുക്ക് ഒരു വാഴപ്പഴം കഴിച്ചാൽ കിട്ടും. പിന്നെ 0 ആണ് ഫാറ്റ് കണ്ടന്റ്, അതായത് ഇതിൽ നിന്ന് കൊഴുപ്പൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വാഴ ഏറ്റവും നല്ല ഒരു ഇടനേരത്തുള്ള ഭക്ഷണമായിട്ടോ ഒരു പ്രധാന ഭക്ഷണമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫലവർഗ്ഗമാണ് വാഴ എന്ന് പറയുന്നത്, വാഴപ്പഴം. പിന്നെ നേരത്തെ പ്രസൻറ്റേഷനിലൊക്കെ നേരത്തെ സാറൊക്കെ പറഞ്ഞതാണ്, അതായത് നിരവധി വൈറ്റമിൻസ്, നമ്മളിപ്പോൾ വെറുതെ പറയുമ്പോൾ വൈറ്റമിൻ A മുതൽ Z വരെ ഇതിനകത്തുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒത്തിരി വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉള്ളൊരു ഫലവർഗ്ഗമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ വാഴപ്പഴം വിൽക്കുന്ന സ്റ്റൈലാണ്. ഇത് നമുക്കിതിൽ പുതുമയൊന്നും ഉണ്ടാവില്ല. ഇതിനൊന്നും നമ്മൾ ഇടതുവശത്ത് കാണുന്നത് നോർത്ത് ഇന്ത്യയിൽ പോയാൽ, നമ്മൾ മഹാരാഷ്ട്ര, ബോംബെ, ഡൽഹി അവിടെയൊക്കെ പോയാൽ ഉന്തുവണ്ടിയിൽ വാഴപ്പഴം കൊണ്ട് നടന്ന് വിൽക്കുന്നത് കാണാം. അവർ നേന്ത്രനല്ല, അവർക്ക് റോബസ്റ്റയാണ് കൂടുതലായിട്ടുള്ളത്. ഇങ്ങനെ പടലയായിട്ട് ഉന്തുവണ്ടിയിൽ വെച്ച് തള്ളിക്കൊണ്ട് നടന്ന് കേല 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 എന്ന് പറഞ്ഞിട്ട് വിൽക്കും, ആൾക്കാരൊക്കെ വാങ്ങും. നമ്മളെങ്ങനെയാണ് വിൽക്കുന്നത്? നമ്മളിങ്ങനെ തൂക്കിയിട്ടിട്ടാണ്
വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണ്? റോബസ്റ്റ പോലെയുള്ള പഴങ്ങൾ തൂക്കിയിട്ട് വിൽക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണ്? പഴമെല്ലാം അതിൽ നിന്ന് ഉതിർന്ന് വീണ് നമുക്ക് ഒത്തിരി നഷ്ടം വരും. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ അത് ചെയ്യില്ല. കാരണം നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ഇത്തരത്തിൽ തൂക്കിയിട്ട് വിറ്റ് ശീലിച്ച് വന്നുപോയി. ഇതാണ് നമ്മുടെ സിസ്റ്റം. പക്ഷേ ശരിക്കും എങ്ങനെയാണ് ലോകത്ത് അല്ലെങ്കിൽ പുറത്ത് ബനാന മാർക്കറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, നമ്മൾ വാഴക്കൊല വെട്ടും ഓട്ടോയിൽ എറിയും, വെട്ടും എറിയും, അല്ലെങ്കിൽ രണ്ടുപേര് തൂക്കും എറിയും, അങ്ങനെയാണ്. നമ്മളിത് വിളവെടുത്തതിന് ശേഷം ഏറ്റവും ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇതിനകത്ത് വരുന്ന ചെറിയൊരു പോറലോ ചെറിയൊരു വെട്ടോ പോലും ഇതിൻ്റെ സൂക്ഷിപ്പ് കാലത്തിനെ ബാധിക്കും. അപ്പം നമ്മൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ നമുക്ക് ഒരുപക്ഷെ ഒരു 2 ആഴ്ച വരെ കേടാകാതെ ഇരിക്കാൻ പറ്റുമായിരുന്ന ഒരു സാധനത്തിനെ നമ്മൾ 5 ദിവസം കൊണ്ട് കേടാക്കി കളയുന്ന ഒരു അവസ്ഥയിലെത്തും. അപ്പോൾ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇത് പാക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ കാർഡ്ബോർഡ് കാർട്ടണുകളിലാണ്. ഓരോ പടല തിരിച്ച് ഓരോ പടലകൾ തമ്മിൽ മുട്ടാതിരിക്കുന്നതിന് വേണ്ടി ഇടയിൽ ഫോം ഷീറ്റോ പേപ്പറോ പോലെയുള്ള മെറ്റീരിയലുകൾ വച്ചുകൊണ്ട് അത്തരത്തിലാണ് പാക്ക് ചെയ്യുന്നത്. വളരെ വൃത്തിയായിട്ട് ഇത്തരത്തിൽ കാർട്ടൺ പാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് പോലെ കൊലക്കണക്കിന് നമ്മൾ വെട്ടി ടെമ്പോയിൽ അടുക്കി അങ്ങനെയൊന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഇത്തരത്തിലാണ് പാക്ക് ചെയ്യേണ്ടത്. ഇതും നമുക്ക് ഇപ്പം ഈ വലതുവശത്ത് കാണുന്നതാണ് ബനാന ബാൻഡ് എന്ന് പറയും. അതായത് ഈ ഒന്നുകിൽ ഒരു പടല അല്ലെങ്കിൽ പകുതി പടല അല്ലെങ്കിൽ 4 കായ് ചേരുന്നതിനെ ഒരു പേപ്പർ ബാൻഡ് കൊണ്ട് പാക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത് ഒരു യൂണിറ്റായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ഇത്തരത്തിൽ ഒരു പടലയെ പ്ലാസ്റ്റിക് പാക്കേജിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞൊക്കെ ആയിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനെ പറ്റിയും പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തകൾ നടക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പേപ്പർ ബാൻഡാണ് നിലവിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഒക്കെ ബനാന സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഈ കാണുന്ന ചെറിയൊരു ഉപകരണമാണ്. ഇതിനൊരു 1000 രൂപയിൽ താഴെ വിലയുള്ളൂ. ഈ സാധനം പഞ്ചാബിൽ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പുറത്തെ പടം കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഇത് ചെറിയൊരു സാധനമാണ്. ഇത് നമുക്ക് ഈ കൊലയിൽ വെച്ചിട്ട് ഓരോ പടലയും ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പടല നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പാക്ക് ചെയ്യാനും നഷ്ടം കുറയ്ക്കാനായിട്ടും സാധിക്കും. ഇതിൻ്റെ പേര് ബനാന ഡീഹാൻഡർ ടൂൾ എന്നാണ്. നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഒരു ചെറിയ കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വലിയ വെട്ടുകത്തി എടുത്തിട്ട് വെട്ടും. ആ വെട്ടുമ്പോൾ അടുത്ത പടലിലുള്ള 2 കാ അതിൻ്റെ കൂടെ തന്നെ പോകും. ബാക്കി 3 വെട്ട് വീഴും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് ചെറിയൊരു സാധനം നമ്മൾ ഉപയോഗിച്ചാൽ. കൊല മുറിച്ചതിന് ശേഷമല്ലേ പടലയാക്കാൻ പറ്റുള്ളൂ? അല്ലല്ല, കൊല മുറിച്ചതിന് ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ വാഴ ഒരു രീതിയിലുള്ള പ്രോസസ്സിങ്ങും ചെയ്യാതെ വാഴപ്പഴമായിട്ടോ പച്ചക്കായായിട്ടോ നേരിട്ട് വിൽപ്പന ചെയ്യാൻ പറ്റുന്ന സാധ്യതയെ പറ്റിയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ പറ്റി ആലോചിക്കാം. ഏകദേശം 1000-ഓളം ഉൽപ്പന്നങ്ങൾ വാഴയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, വാഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട്. അപ്പോൾ ഇതൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാനുള്ള ഒരു സമയമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. അതായത് പച്ചക്കായയിൽ നിന്നുള്ള ഉൽപ്പന്നം. പച്ചക്കായയിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് പച്ചക്കായയുടെ പൊടിയാണ്, അല്ലെങ്കിൽ അത് പൊടിച്ചെടുക്കുന്ന ആ പൊടിയാണ്. ആ പൊടി ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് ബേക്കറി പ്രോഡക്റ്റുകൾ, ഇപ്പോൾ കേക്ക്, ബിസ്ക്കറ്റ്, കുക്കീസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം എന്തിനാണ് ഏത്തയ്ക്ക പൊടി ഉപയോഗിക്കുന്നത്? കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 6 മാസം പ്രായമായ അല്ലെങ്കിൽ അമ്മയുടെ പാല് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന കട്ടി ആഹാരം ഈ പറയുന്ന ഏത്തയ്ക്ക പൊടി കൊണ്ടുള്ള കുറുക്കോ അല്ലെങ്കിൽ കൂവരകോ ആണ്. അപ്പോൾ അത് അത്രത്തോളം ഗുണമേന്മയുള്ളതാണ്, അത്രത്തോളം ന്യൂട്രീഷ്യസ് ആയതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇത് വിവിധ ഉൽപ്പന്നങ്ങളാണ്. ഇതിനകത്ത് ചിപ്സ്, കുക്കീസ്, നമുക്ക് ഈ ചിപ്സിനകത്ത് തന്നെ
പല വിധത്തിലുള്ള ചിപ്സ് ഉണ്ട്. ഇപ്പോൾ ട്രിച്ചിയിൽ, തമിഴ്നാട്ടിലുള്ള ട്രിച്ചിയിൽ ബനാനയ്ക്ക് വേണ്ടി, അതായത് വാഴയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. അവർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാഴയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായയിൽ നിന്ന് നമ്മുടെ ചിപ്സിന് പുറമെ ഒട്ടും എണ്ണ കുടിക്കാത്ത ചിപ്സ്, അതായത് ആ വാഴയ്ക്ക് അരിഞ്ഞതിന് ശേഷം അതിനകത്തൊരു പ്രത്യേക കോമ്പൗണ്ട്, ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറയും, അത് നമ്മൾ അത് പുറമേ പുരട്ടിയെടുക്കും, അതിന് ശേഷം വറക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണയെക്കാളും 50% കുറവ് എണ്ണ മാത്രമേ ഈ ചിപ്സ് വലിച്ചെടുക്കുകയുള്ളൂ. ഇതല്ലാതെ തന്നെ വാക്യൂം ഫ്രൈയിങ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന ഈ ചെത്തി എണ്ണയിലിട്ട് വറക്കുന്ന രീതിയിലല്ലാതെ തന്നെ ഫാറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ലെഫ്റ്റ് കാണുന്ന പുഴു ഏതാണ്? നൂഡിൽസ് ആണ്. നമ്മളെല്ലാവരും ഇപ്പോൾ കൺവീനിയൻസിൻ്റെ ആൾക്കാരാണ്. നമുക്ക് ആർക്കും ഇല്ലാത്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ സമയമാണ്. അപ്പോൾ സമയം ലാഭിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ വീടുകളിലും എല്ലാ അടുക്കളകളിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നൂഡിൽസ്, പാസ്ത മുതലായ സാധനങ്ങൾ വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? നമുക്ക് തന്നെ അറിയാം അത് ഹെൽത്തി അല്ല, അത് നല്ലതല്ല, ഇതെല്ലാം മൈദയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, മൈദ എന്ന് പറയുന്നത് വെറും പശയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലരും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും ഗുണമേന്മയുള്ള വാഴയ്ക്ക പൊടി കൊണ്ട് നമുക്ക് നൂഡിൽസും പാസ്തയും ഉണ്ടാക്കാൻ സാധിച്ചാലോ? അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് കേരളത്തിൽ തന്നെ അതിന് ടെക്നോളജി ഉണ്ട്. അങ്ങനെ ഏത്തയ്ക്ക പൊടി വെച്ച്, പച്ച ഏത്തയ്ക്കയുടെ പൊടി വെച്ച് ഉണ്ടാക്കിയ നൂഡിൽസാണ്. ഇത് ഒറിജിനൽ ഫോട്ടോയാണ്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് കായപ്പൊടി, പച്ചക്കായയുടെ പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഏകദേശം 36ഓളം ഉൽപ്പന്നങ്ങളാണ്. ഇതെല്ലാം നമുക്കിവിടെ പറഞ്ഞു പോകുന്നതിന് സമയത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് പറയുന്നില്ല. എങ്കിലും ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ബേക്കറി ഐറ്റംസിന് കൂടുതലും നമ്മൾ മൈദയ്ക്ക് പകരമായിട്ട് ഈ ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്കയുടെ പൊടി ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഈ കെച്ചപ്പ്, സോസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഏത്തയ്ക്ക പൊടി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വാഴപ്പഴത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പച്ച ഏത്തയ്ക്ക. ഇനി വാഴപ്പഴമാണെങ്കിലോ, വാഴപ്പഴത്തിൽ നിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം തോന്നുന്നത് എന്താണ്? ജാം ഉണ്ടാക്കാം, അതുപോലെ ജെല്ലി ഉണ്ടാക്കാം, വാഴപ്പഴത്തിൽ നിന്ന് സ്ക്വാഷ് ഉണ്ടാക്കാം, ഹൽവ ഉണ്ടാക്കാം. ഇനി ഈ വലത്തെ അറ്റത്ത് കാണുന്നത് ഒരു പായസം മിക്സാണ്, ഇൻസ്റ്റൻറ്റ് പായസം മിക്സ്. അതായത് നമ്മളിങ്ങനെ ഏത്തപ്പഴം വെച്ച് പായസം ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ വരട്ടി 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 ഒരു ഓണത്തിന് മുഴുവൻ വീട്ടമ്മമാരും ഇങ്ങനെ അടുക്കളയ്ക്കകത്ത് തന്നെ നിൽക്കേണ്ടി വരും പായസം ഉണ്ടാക്കാനായിട്ട്. ആ ഒരു സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റൻ്റായിട്ട് ഇത്തരത്തിൽ ഏത്തപ്പഴവും ശർക്കരയും കൂടെ വരട്ടിയ മിക്സ് ആക്കിയിട്ട് നമുക്ക്, ഇതും കേരളത്തിൽ തന്നെ ഉള്ള ഒരു ഉൽപ്പന്നമാണ്, ഇങ്ങനെ വിപണിയിൽ ലഭ്യമാണ്. ഈ കാണുന്ന സാധനം ബനാന ഫിഗ് എന്ന് പറയും. ബനാന ഫിഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഈ ചെറിയ വാഴപ്പഴത്തിന് പഞ്ചസാര ലായനിയിലിട്ട് ഉണക്കിയെടുക്കുന്ന സാധനമാണ് ബനാന ഫിഗ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ തിന്നാനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പക്ഷെ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ എടുത്ത് പായസത്തിലിടുന്നു, അതിൽ ഉപ്പുമാവിലിടുന്നു, അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ അത് വെറുതെ കഴിക്കുന്നു. അത്തരത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനോടൊപ്പം ഈ സാധനം ചെറിയ കഷ്ണങ്ങളായിട്ട് സാലഡിനോടൊപ്പം, അതുപോലെ ഓട്സ്, അങ്ങനെയുള്ള സാധനങ്ങളിൽ വ്യാപകമായിട്ട് മറ്റ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിതുവരെ ഉപയോഗിച്ച് അതൊരു ശീലമാക്കിയിട്ടില്ല. ബനാന ഫിഗ് നമ്മുടെ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഉണ്ടാക്കി പുറം രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു സാധനമാണ്. ഇതും വലതുവശത്ത് കൊടുത്തിരിക്കുന്ന വാഴപ്പഴത്തിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന 100 കണക്കിന് ഉൽപ്പന്നങ്ങളുണ്ട്. അതിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് വാഴപ്പഴത്തിൽ നിന്ന് സോഡ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ എന്താണ് ഇപ്പോൾ ഈ മിറിൻഡ, ആപ്പി ഫിസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അതുപോലെ വാഴപ്പഴം ഉപയോഗിച്ചുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക് ഉണ്ട്. നമുക്ക് അങ്ങനെ വരെ, ആ രീതിയിൽ വരെ നമുക്ക് വാഴപ്പഴത്തിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത്, നമ്മൾ ഒരു സാധനം ഉണക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു സാധനം ഉണക്കിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? വെയിലത്ത് കൊണ്ടിടുന്നു, ഉണക്കുന്നു, എടുക്കുന്നു എന്നാണ്. പക്ഷേ ഉണക്കാനായിട്ട് വേറെയും മാർഗങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അതായത് വളരെ കുറഞ്ഞ താപനില ഉപയോഗിച്ച്, അതായത് തണുത്ത കാലാവസ്ഥയിൽ വെച്ചുകൊണ്ട് ഈ സാധനത്തിനെ ഉണക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് സാധാരണ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ ഒരുപാട് വൈറ്റമിൻ കണ്ടൻറ്റ് കുറയും, അല്ലെങ്കിൽ അത് കറുത്തു പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ വാഴപ്പഴത്തിനെ ഫ്രീസ് ഡ്രൈ ടെക്നോളജി ഉപയോഗിച്ച് ഉണക്കിയെടുക്കുമ്പോൾ ഈ പറയുന്ന കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഈ
ന്യൂട്രിയൻ ലോസോ ഒന്നും സംഭവിക്കാതെ തന്നെ നമുക്ക് 6 മാസത്തിലധികം ഒരു പ്രിസർവേറ്റീവും ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ എന്താണ് പ്രയോജനം? നമുക്ക് പഴം വേണം എന്നുള്ളപ്പോൾ ഈ സാധനത്തിന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, പൊട്ടിക്കുക, പുറത്ത് വയ്ക്കുക. തണുപ്പ് മാറുമ്പോൾ നമ്മൾ സാധാരണ പഴം അരിഞ്ഞ് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫ്രീസ് ഡ്രൈഡ് ബനാനയ്ക്കും വലിയ ഡിമാൻഡാണ് പുറത്തിപ്പോൾ ഉള്ളത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കേക്ക്, അതുപോലെ വിനാഗിരി ഉണ്ടാക്കുന്നുണ്ട്. വാഴപ്പഴത്തിൽ നിന്ന് വിനാഗിരി ഉണ്ടാക്കുന്നുണ്ട്, വൈൻ ഉണ്ടാക്കുന്നുണ്ട്, റം ഉണ്ടാക്കുന്നുണ്ട്. വാഴപ്പഴത്തിൽ നിന്ന് മാത്രം റം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് കേട്ടോ, പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഓർത്താൽ പറയാം. ഞാൻ ഈ പറഞ്ഞത് വാഴപ്പഴത്തിൽ നിന്ന് പ്രധാനമായിട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതല്ലാതെ തന്നെ ധാരാളമായിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. ഇനി വാഴപ്പിണ്ടിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മൾ വാഴത്തട അല്ലെങ്കിൽ വാഴപ്പൊളയ്ക്കകത്ത് കാണുന്ന വാഴപ്പിണ്ടി സാധാരണ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെട്ടി നുറുക്കി ആ വാഴയുടെ മൂട്ടിൽ തന്നെ ഇട്ടിരിക്കും. അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉള്ളവരാണെങ്കിൽ കമ്പോസ്റ്റ് കുഴിക്കകത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ ചിലപ്പോൾ പശുവിനൊക്കെ കൊടുത്തെന്നിരിക്കും. ആ സാധനം എങ്ങനെയൊക്കെ രൂപം മാറുന്നു എന്നുള്ളത് നോക്കുക. അതായത് നമ്മൾ ആദ്യം കാണുന്ന വാഴപ്പിണ്ടിയിൽ നിന്നുള്ള ജ്യൂസാണ്. വാഴപ്പിണ്ടിയിൽ നിന്നുള്ള ജ്യൂസിന് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തടയാനും അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുപോലെ ഡയബറ്റിക് രോഗികൾക്ക് ഇതൊരു രാവിലത്തെ എനർജി ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ, രാവിലെ ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് വാഴപ്പിണ്ടി നീര് കുടിച്ചാൽ മതി എന്ന് അങ്ങനെ ആ രീതിയിൽ വിശ്വസിക്കുകയും അത് കുടിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡിമാൻഡുള്ളൊരു സാധനമാണ് വാഴപ്പിണ്ടി നീര്. പിന്നെ അടുത്ത് കാണിക്കുന്ന വാഴപ്പിണ്ടിയിൽ നിന്നുള്ള അച്ചാറാണ്. ഈ സാധനം കണ്ടോ, ഈ പച്ച പാക്കറ്റ്, ഇത് ഗ്രീൻ ടീ. നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ ഇപ്പോൾ ഗ്രീൻ ടീ ടീ ബാഗിൽ എടുത്ത് നമ്മൾ കുടിക്കുന്നു. അപ്പോൾ ഗ്രീൻ ടീക്ക് ഭയങ്കര ഗുണമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ സാധനം വാഴപ്പിണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗ്രീൻ ടീ ആണ്. അതായത് ഇത് പൊടിയായിട്ട് ചെറിയ സാഷയായിട്ട് കിട്ടും. നമ്മൾ അതെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കിയിടുക, മാറ്റുക, കുടിക്കുക എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി നീര് കുടിക്കുന്ന അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സ്യൂഡോസ്റ്റം ഗ്രീൻ ടീ ഇതും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉണ്ടാക്കി പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഈ സ്യൂഡോസ്റ്റം ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പുറത്ത് കിടക്കുന്ന മുട്ടായി ഉണ്ടോ, ക്യാൻഡി. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന 50 പൈസ 1 രൂപയുള്ള മുട്ടായി, ആ മുട്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് വാഴപ്പിണ്ടിയിൽ നിന്നാണ്. വാഴപ്പിണ്ടിയും അതിനെ പ്രോസസ്സ് ചെയ്ത് വാഴപ്പിണ്ടിയും ഷുഗർ സൊല്യൂഷനുമായിട്ട് ചേർത്ത് പ്രോസസ്സ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന മുട്ടായിയാണ്. അത് കഴിക്കുമ്പോൾ നമുക്കത് വാഴത്തടയിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്നൊന്നും മനസ്സിലാകില്ല. ഇതും ഈ പറയുന്നത് പോലെ ഇപ്പോൾ ആളുകളെല്ലാം ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാ ആളുകൾക്കും നേരത്തെയൊക്കെ പണം ഉണ്ടാക്കണമെന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, പണം ഉണ്ടാക്കിയിട്ട് ജീവിച്ചിരിക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമുക്ക് ആരോഗ്യം ഉണ്ടാകണം, നമ്മൾ കുറേ കാലം ജീവിച്ചിരിക്കണം എന്നുള്ള അവസ്ഥയാണ്, അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ് എല്ലാവർക്കും എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാത്ത ആൾട്ടർനേറ്റീവ്സിലോട്ട് ആൾക്കാർ കൂടുതലായിട്ട് പോകുന്നുണ്ട്. ഇത് വാഴക്കൂമ്പ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നൊരു സാധനമാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ അത് കൊണ്ട് ഒടിച്ച് വെക്കുമ്പോൾ 10 രൂപ 15 രൂപയൊക്കെ കൊടുത്ത ആൾക്കാർ, സിറ്റിയിലുള്ള ആൾക്കാർ വാങ്ങുന്നുണ്ട്. പൊതുവിൽ വേസ്റ്റാക്കി കളയുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കാം. ഈ അച്ചാർ ഉണ്ടാക്കുന്നത്, നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സാധാരണ അച്ചാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് അവർ ലോ സോഡിയം അച്ചാർ, അതായത് BP ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ അച്ചാറിനെ പ്രത്യേക രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ലോ സോഡിയം ഈ ബനാന ഫ്ലവർ പിക്കിൾ NRC ബനാന ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ബനാന സ്റ്റെം വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇതും തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. നേരത്തെ കാണിച്ച വാഴപ്പിണ്ടി ജ്യൂസ് എന്ന് പറയുന്നത് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കളറിലാണ് ഇരുന്നത്. ഇത് ക്ലിയറായിട്ട് ക്ലാരിഫൈ ചെയ്ത ജ്യൂസാണ്. വെള്ളം പോലെ ഇരിക്കും, നമുക്ക് ഇങ്ങനെ ബോട്ടിലിൽ കിട്ടും. നമുക്ക് ഇടനേരത്ത് നമ്മൾ പോയി കാർബണേറ്റഡ് ജ്യൂസൊക്കെ കുടിക്കുന്നതിന് പകരം ഈ സാധനം ഒരു ബോട്ടിൽ നമുക്ക് ബാഗിൽ കൊണ്ടുവയ്ക്കാം, നമുക്ക് സ്റ്റൈലായിട്ട് ഇടയ്ക്ക് കുടിക്കാം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ വേറെ എന്തോ സാധനമാണ് കുടിക്കുന്നതെന്ന്. പക്ഷേ ഇത്രയും ഗുണമുള്ള ഒരു സാധനം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഇതും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇനി വാഴയുടെ അടിഭാഗത്ത് കാണുന്ന വാഴമാണം, ആ വാഴമാണം
പൂക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അച്ചാറും ഇത് കേരള കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്കിത് തൃശ്ശൂർ ഭാഗത്ത് ഇത് വ്യാപകമായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ ഒന്നും അങ്ങനെ അധികമായിട്ട് കണ്ടിട്ടില്ല. ഈ വാഴനാര് എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ് വാഴനാര്. വാഴപ്പോളയിൽ നിന്നുമാണ് വാഴനാര് എടുക്കുന്നത് അല്ലേ. നമ്മൾ ഈ ചീപ്പ് പോലത്തെ ഒരു സാധനം ഉപയോഗിച്ച് ചീകിയാണ് എടുക്കുന്നത്. അതിനകത്ത് വലിയ നാരും ചെറിയ നാരും ഉണ്ട്. അതിനെ വേർതിരിച്ചെടുത്തിട്ട് അതിൽ നിന്നും നമ്മൾ സങ്കല്പിക്കാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ പലഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വാഴനാരിൽ നിന്ന് നമുക്കിതറിയാം, ടെക്സ്റ്റൈൽസ്, അതായത് ഷർട്ട് ഉണ്ടാക്കുന്നു, സാരി ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ്. ഇതൊക്കെ ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതെന്താണെന്ന് മനസ്സിലായോ? അത് കണ്ടിട്ട് അത് ലെതറാണ്. ലെതർ നമ്മൾ സാധാരണ ലെതർ ബാഗ്, ലെതർ ചെരുപ്പൊക്കെ പറയില്ലേ, അത് സാധാരണ മൃഗങ്ങളുടെ തോല് സംസ്കരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് ഒന്നാമത് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിലോ ലെതർ പ്രോസസ്സ് ചെയ്യാൻ 10,000 ലിറ്റർ വെള്ളം വേണ്ടി വരുമെന്നാണ്. അപ്പോൾ അത് പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതം വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൃഗത്തോലിനെ അപേക്ഷിച്ച് എന്തെങ്കിലും പകരം ബദലുണ്ടോ എന്നുള്ള വലിയ പഠനങ്ങൾ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് വാഴനാര് ഉപയോഗിച്ചുണ്ടാക്കിയ ലെതറിൻ്റെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ബെനോഫി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ വാഴനാര് കൊണ്ടുള്ള ലെതർ ഉണ്ടാക്കുന്നത്. ഈ ലെതർ ഉപയോഗിച്ചിട്ട് അവർ ബാഗ്, അതുപോലെ ചെരുപ്പ്, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്ത് കണ്ടോ, അങ്ങ് ആ അറ്റത്ത് കിടക്കുന്നൊരു പടം കണ്ടോ, അവരെന്താണ് ചെയ്യുന്നത്? അവർ വാഴനാര് വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനം എന്താണെന്ന് കണ്ടോ? നമ്മൾ തിരുപ്പൻ അല്ലെങ്കിൽ വാർമുടി എന്നൊക്കെ പറയുന്ന ഹെയർ എക്സ്റ്റൻഷൻ, അത് ആ സാധനം പോലും വാഴനാര് വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇതും വളരെയധികം ഡിമാൻഡുള്ളതാണ്. കാരണം ഇതുകൊണ്ട് വേറെ അതിനകത്ത് പ്ലാസ്റ്റിക്കോ അത്തരത്തിലുള്ള വേറെ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഇത് വളരെ നാൾ ലാസ്റ്റ് ചെയ്യും. മാത്രമല്ല ഒറിജിനൽ മുടി പോലെ തന്നെ തോന്നും എന്നുള്ളത് കൊണ്ട് വലിയ ഡിമാൻഡുള്ള സാധനമാണ്. ഇത് ടെക്സ്ഫാഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. വാഴനാര് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ കാണുന്ന പടം എന്താണെന്ന് മനസ്സിലായോ? അതൊരു സാനിറ്ററി നാപ്കിനാണ്. സാനിറ്ററി നാപ്കിൻ സാധാരണ രീതിയിൽ കോട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് മാത്രമല്ല ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് ബനാന ഫൈബർ ഉപയോഗിച്ച്, അതായത് നമ്മുടെ വാഴനാര് പ്രത്യേക രീതിയിൽ കംപ്രസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അത് ഉപയോഗിച്ച് സാനിറ്ററി നാപ്കിനുകൾ ഉണ്ടാക്കുന്നു. ഇതും തമിഴ്നാട്ടിൽ വളരെ അധികം കമ്പനികൾ ഇത്തരത്തിൽ ബനാന ഫൈബർ ഉപയോഗിച്ചിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വലിയൊരു സാധ്യതയാണ് നമുക്ക് നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റുന്നത്. ഇതെന്താണ്? ഇത് നമ്മൾ കുറേ കപ്പും ബോക്സും പ്ലേറ്റും ഇൻലൻ കവറും ഒക്കെയാണ്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയാമോ? ഇത് വാഴയില കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ശാസ്ത്രമേളയ്ക്ക് കുട്ടികൾ ഉണ്ടാക്കിയതിൻ്റെ പടമല്ല. ഇത് ബനാന ലീഫ് ടെക്നോളജി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ്. അവരുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ സാധനം 1 വർഷം വരെ ഈ പ്രോഡക്റ്റ് കേടാകാതെ ഇരിക്കും. നമുക്ക് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് പാക്കേജിങ്ങിന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കണം എന്നുള്ളൊരു മോട്ടോ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും, എന്താണ് പകരമുള്ളത്, പ്ലാസ്റ്റിക്കിന് പകരം എന്ത് എന്നുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് വാഴനാര്, അതുപോലെ വാഴയില കൊണ്ടുള്ള പ്രോഡക്റ്റുകളാണ്. അത്തരത്തിൽ പ്ലേറ്റ് നമ്മൾ കണ്ടോ, ലാസ്റ്റ് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമുക്ക് പോപ്കോൺ വാങ്ങുന്ന സാധനമില്ലേ, ആ രീതിയിൽ അങ്ങനെയുള്ള കപ്പ് വരെ വാഴയില കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു വാഴയില വെട്ടി വെച്ചിരുന്നാൽ 3 ദിവസത്തിനപ്പുറം ആ ഇല ഇരിക്കില്ല. നമുക്കറിയാം എൻ്റെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുണ്ട് മുകളിലോട്ട് കയറി വരും. ഇവർ ചെയ്യുന്നത് വാഴയില എടുത്തിട്ട് അതൊരു പ്രത്യേക രീതിയിലൊരു പ്രസ് വഴി അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ അങ്ങനെ ഉണക്കി സൂക്ഷിക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഏത് തരത്തിലുള്ള പാത്രമാണോ വേണ്ടത് അതിൻ്റെ മോൾഡ് ഉപയോഗിച്ച് അതിനെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് അറിയാമോ? ഇതെന്താണെന്ന് അറിഞ്ഞൂടെ? ഇത് വാഴയിലയാണ്. ഇത് ഞാൻ എൻ്റെ ആമസോണിൽ നിന്നെടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. നമ്മളെല്ലാവരും സാധനങ്ങൾ ആമസോണിൽ വാങ്ങും. നിങ്ങൾ ആമസോണിൽ വെറുതെ ഒന്ന് കയറി നോക്കൂ, വാഴയില വാങ്ങാൻ കിട്ടുമോ എന്ന്. വാഴയില വാങ്ങാൻ കിട്ടും.
വാഴയില 15 വാഴയിലയ്ക്ക് 270 രൂപയാണ് ആമസോൺ ചാർജ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഒരു വാഴയിലയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് 16 രൂപയാണ്. നമ്മൾ വാഴയില എന്ത് ചെയ്യും? നമ്മൾ വാഴയില വെട്ടി പശുവിന് കൊടുക്കും, അല്ലെങ്കിൽ ഓണം വന്നാൽ സദ്യ ഉണ്ണാനായിട്ട് എടുക്കും എന്നല്ലാതെ നമുക്ക് വാഴയിലയെ പറ്റി നമുക്ക് വേറൊരു കാഴ്ചയില്ല. നമ്മൾ ഇങ്ങനെ മാത്രമേ വാഴയിലയെ കാണുന്നുള്ളൂ. പക്ഷേ വാഴയില വെറുതെ വെട്ടി ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്താൽ പോലും നമുക്കതൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നാണ്. ഇത് നോക്കൂ, അതിൻ്റെ ഒറിജിനൽ വില കണ്ടോ? ഒറിജിനൽ വില 999 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 1000 രൂപ. 15 വാഴയിലേക്ക് 1000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ഇലയ്ക്ക് 60 രൂപയോളം വരുന്നു. ഇത് ഓണക്കാലത്ത് ഒരു ഓഫർ പ്രൈസാണ് 270 രൂപ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാഴാക്കി കളയുന്ന പല സാധനങ്ങളും നമുക്ക് പൈസയായിട്ട് വരേണ്ടതായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇട്ടത്. ഇത് നമ്മൾ കളയുന്ന വേറൊരു വേസ്റ്റ്. നമ്മൾ വാഴപ്പഴം തിന്നിട്ട് നമ്മൾ തൊലി എന്ത് ചെയ്യും? നമ്മളങ്ങ് വലിച്ചെറിയും എന്നുള്ളതാണ്. നമ്മൾ പഴയ കാർട്ടൂണിലേക്ക് ഒരു പ്രധാന സംഭവമാണ് ആരെങ്കിലും വാഴത്തൊലിയിൽ ചവിട്ടി വീഴുന്നു, എല്ലാവരും ചിരിക്കുന്നു എന്നുള്ളത് അല്ലേ? എല്ലാ കാർട്ടൂണിലും അങ്ങനെ ഒരു സംഭവം കാണും. പക്ഷേ ഈ വാഴത്തൊലി എന്ന് പറയുന്നതും ഇപ്പം ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. വാഴത്തൊലിയിൽ നിന്നും ധാരാളമായിട്ട്, അത് കാർഷിക മേഖലയിൽ മാത്രമല്ല, ഒരുപാട് ഇൻഡസ്ട്രിയൽ ഉപയോഗങ്ങളുള്ള ഉൽപ്പന്നങ്ങൾ വാഴത്തൊലിയിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. ഈ ആദ്യം കാണിച്ചിരിക്കുന്നത് വാഴത്തൊലി പൊടിയാക്കി, അതായത് വാഴത്തൊലിയെ കമ്പോസ്റ്റ് ചെയ്തൊരു വളമാക്കി ഉപയോഗിക്കുന്നതാണ്. അതൊരു പക്ഷേ നമുക്ക് പരിചിതമായിരിക്കും. നമ്മൾ മണ്ണിര കമ്പോസ്റ്റിനകത്തൊക്കെ വാഴത്തൊലി കൊണ്ട് ഇടാറുണ്ട്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഷെഹനാസ് ഹുസൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ്? ഒരു ബ്യൂട്ടീഷ്യനാണല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്യൂട്ടീഷ്യനാണ്. അവർ ഗോൾഡ് ഫേഷ്യലൊക്കെ ചെയ്യുന്നതിൽ വളരെ ഫേമസ് ആണ്. അവരെ പോലെയുള്ള ഉയർന്ന ബ്യൂട്ടീഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു കോസ്മെറ്റിക് ഉൽപ്പന്നമാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ബനാന പീൽ പൗഡർ. അതായത് വാഴപ്പഴത്തിൻ്റെ തൊലി ഒരു പ്രത്യേക രീതിയിൽ ഉണക്കി പ്രോസസ്സ് ചെയ്തെടുക്കുന്ന പൊടി. ആ പൊടി ഫേഷ്യൽ ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെ ആ കോസ്മെറ്റിക് ഉപയോഗങ്ങൾ ധാരാളമായിട്ട് ഈ വാഴ കായയുടെ തൊലി ഉപയോഗിച്ചുള്ള പൊടി കൊണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ കണ്ടതല്ലാതെ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെറുതെ പറയുന്ന വാഴ ഉപയോഗിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം ഒരു സിംഗപ്പൂർ കപ്പൽ അപകടത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നെതർലാൻഡ്സിൽ നിന്നുള്ള ഒരു ഡ്രഡ്ജറുമായിട്ട് ഇടിച്ചിട്ട് വലിയൊരു ഓയിൽ സ്പില്ലുണ്ടായി. അതായത് കടലിൽ പെട്രോളിയം ഉൽപ്പന്നം തൂകി മാസങ്ങൾ എടുത്തത്, അതിപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓയിൽ സ്പില്ല് നമുക്ക് വലിയ പ്രശ്നമുള്ളൊരു സംഭവമാണ്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടലിലോ അല്ലെങ്കിൽ അങ്ങനെയോ തൂകിയാൽ, അത് സ്പില്ലേജ് വന്നാൽ അതെങ്ങനെ റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെ വൃത്തിയാക്കി എടുക്കും? അതിനുപയോഗിക്കുന്ന ടെക്നോളജിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ നേരത്തെ എറിഞ്ഞ വാഴപ്പഴത്തിൻ്റെ തൊലിയാണ്. ഫെൽസ്പാർ ബനാന പീൽ ബയോസ്റ്റാർ കോമ്പോസിറ്റ് എന്നാണ് പറയുന്നത്. FBPC എന്ന് പറയുന്നത്. നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഫെൽസ്പാർ എന്ന് പറയുന്ന ഒരു തരം മണ്ണാണ്. ആ മണ്ണും ബനാന പീൽ ബയോ ചാർക്കോൾ, അതായത് നമ്മൾ ഈ വാഴയ്ക്കയുടെ തൊലിയെ നമ്മൾ ഒരു പ്രത്യേക ഊഷ്മാവിലും പ്രത്യേക പ്രഷറിലും കത്തിച്ചെടുക്കുന്ന പൊടി, ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം കോമ്പോസിറ്റ്. ഈ കോമ്പോസിറ്റ് ഉപയോഗിച്ചാണ് ഓയിൽ സ്പില്ല്, ഇത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന രീതിയിൽ നഷ്ടപ്പെട്ടാൽ അത് ക്ലീൻ ചെയ്യുന്നതിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ വാഴക്കയുടെ തൊലി കൊണ്ടുള്ള ഉൽപ്പന്നമാണ്. പിന്നൊന്നെന്ന് പറയുന്നത് പാക്കിംഗ്. ഒരു പാക്കിംഗ് വസ്തു എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ലോകത്താകെ 150 മില്യൺ ടൺ പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം പാക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായ ഒരു ബദൽ സംവിധാനം എന്നുള്ള രീതിയിൽ വാഴനാരിൽ നിന്ന് വാഴയിലയിൽ നിന്നുള്ള വിവിധ പാക്കേജിങ് മെത്തേഡുകൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ. നമുക്ക് ഓട്ടോമൊബൈലും വാഴയുമായിട്ട് എന്ത് ബന്ധമെന്ന് തോന്നാം. നമ്മൾ ഏറ്റവും കൂടിയ കാർ എന്നൊക്കെ പറയുന്ന ഒരെണ്ണമാണല്ലോ ബെൻസ്, അല്ലേ? ബെൻസ് കാർ. നമുക്കൊരു ബെൻസ് കാറുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പൊങ്ങി ഇങ്ങനെ നടക്കും, അല്ലേ? കാരണം നമ്മൾ എന്തോ വലിയ സ്റ്റാറ്റസ് ആണ് എന്നാണ്. അത്തരം ബെൻസ് പോലെയുള്ള ഹൈ എൻഡ് ഓട്ടോമൊബൈലുകളുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിൽ വാഴനാര് കൊണ്ടുള്ള ഫൈബർ അതിനകത്ത് പ്രധാന ഒരു ഉൽപ്പന്നമായിട്ട് കോമ്പോസിറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബെൻസ് അതുപോലെ തന്നെ കുറേ കമ്പനികൾ ഇപ്പോൾ അവരുടെ കാർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ബനാന ഫൈബറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ എയ്റോസ്പേസ്,
നമുക്കറിയാം ബഹിരാകാശ സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള പിന്നെ വിവിധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ആവശ്യമാണ്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പല ഗുണങ്ങളുള്ള രണ്ടോ അതിൽ കൂടുതലോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സംയുക്തം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിലും ബനാന ഫൈബർ, നമ്മുടെ വാഴനാരിൽ നിന്നുണ്ടാക്കുന്ന ഫൈബർ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിന് റെസിസ്റ്റൻസ് പവർ ഭയങ്കര കൂടുതലാണ്. നമുക്ക് നോക്കുമ്പോൾ അത് ചെറിയൊരു നാരാണെന്ന് തോന്നുന്നെങ്കിലും അത് പ്രഷറിനെ നല്ല രീതിയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഫുഡായി നമ്മളൊരു വാഴയെ നോക്കിയാൽ, കൊലച്ച് നിൽക്കുന്ന ഒരു വാഴയിൽ നോക്കിയാൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് എന്താണ്? ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സാധനം കളർ വെച്ചിട്ട് നോക്കുന്നോ? വാഴക്കൂമ്പിൻ്റെ പുറംപാളിയില്ലേ, അല്ലെ, ഒരു പ്രത്യേക ചുവപ്പും അല്ല ബ്രൗണും അല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആ പുറംപാളിയുടെ നിറത്തിൽ നിന്നും ഫുഡ് കളറ് ഇപ്പോൾ വ്യാപകമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കളറിങ് ഇൻഡസ്ട്രിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മലിനീകരണ നിയന്ത്രണം ഞാൻ നേരത്തെ പറഞ്ഞു, ഓയിൽ സ്പില്ലേജ് കവർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാംസ സംസ്കരണം, അതായത് നമ്മളാണ് ഈ ചിക്കൻ കടയിൽ പോയി വാങ്ങി കഷ്ണങ്ങളായി വാങ്ങി കഴിക്കുന്നത്. പക്ഷെ പുറത്തേക്ക് സോസേജ് ആയിട്ടാണ്, മീറ്റ് പ്രോസസ്സ് ചെയ്ത് പ്രോസസ്ഡ് ഫുഡ് സോസേജ് ആയിട്ട് കിട്ടും. അപ്പോൾ അത്തരം മാംസം സംസ്കരിക്കുന്ന സമയത്ത് അത് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അതിൽ വാഴപ്പിണ്ടിയുടെ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. നേരത്തെ പൈനാപ്പിളാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പൈനാപ്പിളിനെക്കാളും ചീപ്പായിട്ട് വാഴപ്പിണ്ടി കിട്ടുന്നത് കൊണ്ട് അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഫുഡ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, നമ്മൾ കെലോഗ്സ്, കോൺഫ്ലേക്സ് അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അതിനകത്തെല്ലാം ഇപ്പോൾ ഈ വാഴ ഉപയോഗിച്ച്, അതായത് പച്ചക്കായയിൽ നിന്നുള്ള ഫ്ലേക്സ്, ബനാന ഫ്ലേക്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബനാന പീൽ ഫ്ലേക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വാഴക്കായയുടെ തൊലി, ആ തൊലിയും ഇത്തരത്തിൽ ഫ്ലേക്സ് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ അത് നമ്മൾ മരുന്ന് പോലെ, ഇപ്പോൾ വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് കഴിക്കുന്നത് പോലെ നമ്മൾ അധികമായിട്ട് എടുക്കുന്ന അത്തരം ഉൽപ്പന്നങ്ങളാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ധാരാളം ന്യൂട്രാസ്യൂട്ടിക്കൽസും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള ക്യാപ്സ്യൂളുകളും വാഴയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഈ കാണാത്ത ധാരാളമായിട്ടുള്ള വ്യാവസായിക തലത്തിലുള്ള ഉൽപ്പാദനം നടക്കുന്ന ഒരുപാട് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പാവം വാഴ. ഇത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഈ നോഗ എന്ന് പറയുന്നത് നാഗ്പൂർ ഓറഞ്ച് ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. നാഗ്പൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ളൊരു പ്രദേശമാണ്. അവിടെ ഓറഞ്ചിന് വളരെ ഫേമസ് ആണ്. അപ്പോൾ അവിടെയുള്ള കർഷകർ ഓറഞ്ച് വ്യാപകമായി കൃഷി ചെയ്യുകയും അങ്ങനെ ഓറഞ്ച് കൃഷി ചെയ്തിട്ട് അത് വിപണനം നടത്താൻ പറ്റാതെയും അതിന് വില കിട്ടാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ്. അതാണ് ഈ ഓറഞ്ച് ഗ്രോവേഴ്സ് അസോസിയേഷൻ. എന്നിട്ട് ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഓറഞ്ച് അവർ കളക്ട് ചെയ്യുകയും അത് നേരിട്ട് ഓറഞ്ചായിട്ടും ജ്യൂസായിട്ടും സ്ക്വാഷായിട്ടും മാർമലേഡായിട്ടും ജാമായിട്ടും അങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളായിട്ട് അവർ തന്നെ ബ്രാൻഡ് ചെയ്ത് നോഗ പ്രോഡക്റ്റുകളായിട്ട് മാർക്കറ്റ് ചെയ്തു. അപ്പോൾ അത് കാരണം അവിടുത്തെ കർഷകർക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായി. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാഗ്പൂറാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കേട്ടിട്ടുണ്ടോ? HPMC എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ആണ്. ഇതും ഹിമാചൽ പ്രദേശ് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്? ആപ്പിളിനാണ്. അവിടെ വ്യാപകമായിട്ട് ആപ്പിൾ കൃഷിയുണ്ട്. അത്തരത്തിലുള്ള ആപ്പിൾ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന HPMC എന്ന് പറയുന്നത്. ഇവരും ഇത്തരത്തിൽ ആപ്പിളും അതുപോലെ തന്നെ മറ്റ് ഓറഞ്ച് പോലെയുള്ള മറ്റു ഉൽപ്പന്നങ്ങളും കളക്ട് ചെയ്ത് അതിൽ നിന്ന് ജ്യൂസ്, സ്ക്വാഷ് മുതലായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടുത്തെ കർഷകർക്ക് കൃത്യമായി വരുമാനം ലഭിക്കുകയും ഇത് ഒരു സുസ്ഥിരമായ ഒരു സംവിധാനമായിട്ട് പോകാനും സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഇത് പണ്ടൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഉണ്ടായിരുന്നു. HPMCയുടെ ആപ്പിൾ ജ്യൂസ് ഔട്ട്ലെറ്റുകളാണ്. അതായത് ഈ പറയുന്ന ഹിമാചൽ പ്രദേശിൽ നിന്ന് അവരുടെ ആ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്ന ഇങ്ങനെ കിയോസ്കുകൾ സ്ഥാപിച്ചു. എന്നിട്ട് 5 രൂപയ്ക്ക് നമുക്ക് ജ്യൂസ് കിട്ടും. 5 രൂപ കൊടുത്താൽ ഒരു കപ്പ് ജ്യൂസ്. അപ്പോൾ ഇത് ആളുകൾക്ക് വേറെ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും ഇത് കുടിച്ച് ഇത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇത് ബൾക്കായിട്ട് ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ കിയോസ്കുകൾ ഇല്ല. അവരല്ലാതെ നേരിട്ട് മാർക്കറ്റുകൾ വഴിയാണ് ചെയ്യുന്നത്.
ഞാൻ ഈ നോഗയുടെയും HPMCയുടെയും കാര്യം പറയാൻ കാരണം നമ്മളും എല്ലാവരും ഇവിടെ വ്യാപകമായിട്ട് വാഴക്കൃഷി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും വ്യാപകമായിട്ട് വാഴക്കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയില്ല. അതുകൊണ്ടാണ് നമ്മൾ വാഴയെ നേരത്തെ പറഞ്ഞ പോലെ ചിപ്സ് വരെ മാത്രം കാണുന്ന രീതിയിൽ നമ്മൾ ഒതുങ്ങി പോകേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു കോർഡിനേറ്റഡ് എഫേർട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നും ഇത് സാധ്യമായ ഒരു കാര്യമാണോ എന്നുള്ളത്. ജൽഗാവ് നേരത്തെ എനിക്ക് തോന്നുന്നു ഉദ്ഘാടന വേളയിലൊക്കെ പറഞ്ഞ ഒരു സാധനമാണ് ജൽഗാവ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലുള്ളൊരു ജില്ലയാണ് ജൽഗാവ് എന്ന് പറയുന്നത്. ഈ ജൽഗാവ് ഒരു കുപ്രദേശമാണ്. അവിടെ വെള്ളം കിട്ടണമെങ്കിൽ 250 അടി താഴ്ചയിൽ കുഴിക്കണം, എന്നാലേ വെള്ളം കിട്ടുള്ളൂ. പക്ഷേ ഈ ജൽഗാവ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ജില്ലയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വാഴപ്പഴത്തിൻ്റെ 50% ഉണ്ടാക്കുന്നത് ഒരു ജില്ല. ഈ ജൽഗാവ് എന്ന് പറയുന്ന ഒറ്റ ജില്ലയാണ്. അതിന് ഇന്ത്യയുടെ ബനാന സിറ്റി എന്നാണ് പറയപ്പെടുന്നത് തന്നെ. അവിടെയുള്ള കർഷകരുടെ കൂട്ടായ്മയും അതിനോടൊപ്പം ജെയിൻ ഇറിഗേഷൻസ് എന്ന് പറയുന്ന ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ചെയ്തു കൊടുക്കുന്ന കമ്പനി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്ന കർഷകരെല്ലാം തന്നെ ഈ പറയുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് വാഴ കൃഷി ചെയ്യുന്നത്. മാത്രമല്ല അവർക്ക് വിവിധ ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. അതിനൊരു കൃത്യമായ സപ്ലൈ ചെയിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് വാഴക്കുല ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് ഒരാൾ എടുത്തില്ലെങ്കിൽ ഇത് ലോസായി പോകുമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. അവർക്ക് മാർക്കറ്റിംഗ് ഈ പറയുന്ന കൂട്ടായ്മ വഴി വളരെ സുഗമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സാധ്യതകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സുലഭമായിട്ട് മഴയുണ്ട്, നമുക്ക് വെയിലുണ്ട്, നമ്മുടെ മണ്ണ് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. മാത്രമല്ല നമുക്ക് വർഷത്തിൽ എല്ലാ മാസവും നമുക്ക് വാഴക്കൃഷി ചെയ്യാം. പക്ഷേ നമുക്ക് ഈ പറയുന്ന തരത്തിൽ ഒരു വലിയൊരു സംരംഭമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതിന് നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടത് എന്താണ്? ആ പ്രശ്നങ്ങളെ നമ്മൾ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടതുപോലെ നമ്മൾ പ്രശ്നത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ മറ്റു വശങ്ങളിൽ കിടക്കുന്നത് കാണാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് അന്തരിച്ച ഒരു പ്രശസ്ത ഇൻഡസ്ട്രിയലിസ്റ്റാണ് ശ്രീ രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ്, നമുക്ക് ഫാസ്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കണം. അപ്പം ഈ പ്രശ്നം ഞാൻ പെട്ടെന്ന് എനിക്ക് പരിഹരിക്കണം എന്നാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒറ്റയ്ക്ക് ഇറങ്ങണം. അപ്പോൾ ഒരു കർഷകൻ ഒറ്റയ്ക്ക് ഇറങ്ങണം. അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ എല്ലാം അദ്ദേഹത്തിന് മാത്രമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് വിജയത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ വളരെ ദൂരം പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു കൂട്ടായിട്ട് ഇറങ്ങണം. അപ്പോൾ നമുക്കൊരു കൂട്ടായ്മയാണ് ഇവിടെ അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടി വരുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് വരുന്ന കർഷകരുടെയും അതുപോലെ ശാന്തിഗിരി പോലുള്ള പ്രസ്ഥാനങ്ങളുടെയും കൃഷി വകുപ്പിൻ്റെയും നബാർഡിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ സംരംഭങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നമുക്കിവിടെ വാഴക്കൃഷി ചെയ്യുന്നതിന് ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ വാഴക്കൃഷി ചെയ്യുന്നതിനുള്ള ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായി വരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് അത്തരത്തിൽ മാത്രമേ ഇങ്ങനൊരു വലിയ രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാധ്യതയിലേക്ക് ഉള്ള ചെറിയ നിങ്ങളെ ഒന്ന് അതുവഴി നടത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്തായാലും ഇത്രയും നേരം ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി. You are watching India's first NGO television, Malanadu TV India.